അരുൺ, ഇപ്പം ഇന്ന് മിനിസ്റ്റർ പറയുന്നത് കേട്ടിട്ട് ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ എല്ലാ സംവിധാനവും ഓക്കെ ആവും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് കേരള ബാങ്ക് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സുജയ് പറഞ്ഞ പോലെ വളരെ ശ്ലാഘനീയമാണ്. കാരണം അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷേ മറ്റുള്ള ബാങ്കുകളിൽ നിന്നാണ്, ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നാണ് മാക്സിമം വാഹന ലോണുകളും പ്രൈവറ്റ് ലോണുകളും ഈ വിദ്യാഭ്യാസ ലോണുകളും ഒക്കെ എടുത്തിരിക്കുന്നത്. കാരണം ഒരു ഗ്രാമീൺ ബാങ്ക് സാധാരണ രീതിയിൽ ആ ഗ്രാമത്തിലുണ്ടാകുന്ന ചെറിയ അഗ്രികൾച്ചർ ലോണുകളും മറ്റുള്ള ചെറിയ ചെറിയ ലോണുകളായിരിക്കും സാധാരണ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യത. നമ്മളവിടെ പോയപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര വാഹനങ്ങളാണ് ഒലിച്ചു പോയത്, പുതിയ പുതിയ വാഹനങ്ങൾ. അതൊക്കെ ഇവർ സാധാരണ നമ്മളൊരു ആഡംബര വാഹനം വാങ്ങി കാർപ്പുറച്ചിട്ട വാഹനങ്ങളല്ല ഒന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എല്ലാം അവർ ഉപയോഗ സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളായ വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനം ലോണുകളൊക്കെ എണ്ണപ്പെട്ട് എത്രയുണ്ട്, എങ്ങനെയാണത് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് ബാങ്കിൻ്റെയാണ്, അങ്ങനെ അവർക്കൊരു സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏർപ്പാടാക്കിയാൽ മാത്രമേ അവർക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ ഈ ഗൃഹോപകരണങ്ങളുമായി ബന്ധപ്പെട്ട ലോണുകൾ വളരെയധികം ഉണ്ടാവും. കാരണം അത് ഈ ബജാജ് പോലത്തെയുള്ള ഫിനാൻസുകളാണ്. അവർക്ക് ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ എന്നുള്ള നിലയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ പിരിവിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ താൽക്കാലിക ഒരു ആശ്വാസം എന്നുള്ളതായിരിക്കും. കാരണം ഇതൊക്കെ ഇനി സിബിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നവർക്ക് ഭാവിയിലേക്ക് ഒരു ലോൺ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ഒരു പ്രോപ്പർ സംവിധാനം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു കുടുംബത്തിനെ ബാധിച്ച ഒരു കുടുംബത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ അകത്ത് എത്ര ലോൺ ആയിട്ട് എത്രയുണ്ട്, പ്രൈവറ്റ് ലോണുകളായിട്ട് എത്രയുണ്ട്, വാഹന ലോണുകളായിട്ട് എത്രയുണ്ട്, അതുപോലെ ഹോം ലോണുകളായിട്ട് എത്രയുണ്ട് എന്നുള്ളതെല്ലാം നിശ്ചയിച്ച് അതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് 250 മേലെ ആയിരിക്കുമല്ലോ ഈ പറഞ്ഞ നേരിട്ട് ബാധിച്ചിട്ടുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ആ കുടുംബങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ മൊത്തം എക്സ്പെൻസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് അത് ഏത് രീതിയിൽ എഴുതി തള്ളാൻ പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി ആ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി അതിൽ ചെയ്യാനുള്ളൂ. കാരണം ഇനി 2 കാര്യങ്ങളല്ലേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഒന്ന് പുനരധിവാസവും, പിന്നെ പുനരധിവാസത്തിന് മുൻപുണ്ട വാടക വീടും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യാനുള്ളൂ. അത് നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നോക്കുന്നത് ഈ വാടക ഇതുവരെ ഗവൺമെൻറ് നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം വാടക നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി കണ്ടെത്താൻ പറ്റും. കാരണം എല്ലാവരും വയനാട്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് അവരുമായിട്ട് അവരുടെ ഫ്രണ്ട്സുകളുണ്ട്, ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്. ഒരു വാടക വീട് അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. പക്ഷേ എത്ര രൂപ വാടക ഗവൺമെൻറ് കൊടുക്കും, എത്ര രൂപ കൊടുക്കും? ഇത് ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകൾക്ക് അവർ വാടക കൊടുക്കുമോ, അല്ലെങ്കിൽ അൺഫർണിഷ്ഡായ വീടുകൾക്കാണോ വാടക കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിശ്ചയിച്ച് കൊടുക്കുക എന്നുള്ള. കാരണം അതൊക്കെ ഞാൻ പറയുന്നത് ഇത്രയൊന്നും പോകാൻ പാടില്ല എന്നേ. നമ്മൾ പറയുമ്പം നമുക്ക് ഒരു പ്രയോറിറ്റി നിശ്ചയിക്കാൻ പറ്റണം. ഏറ്റവും വേഗം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, മെല്ലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. നമുക്ക് എല്ലാത്തിനും പഠന സമിതിനെയും പഠിക്കാൻ വേണ്ടി ആളെയും വിട്ട് അവരുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഞാനിപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ സാമ്പാറും ചോറും തന്നെ ഇങ്ങനെ നിന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. കുറ്റം പറയാൻ പറ്റുന്നതല്ല. കാരണം 14 ദിവസം അല്ലേ, 14ാമത്തെ ദിവസമാണ്. 14 ദിവസം ഒരു ക്യാമ്പിൽ താമസിക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് സാമ്പാറാണ് കറി, അവിടെ ചെയ്യുന്നവർക്ക് മാറ്റം വരുത്തിക്കോണം എന്നുള്ളതല്ല. പക്ഷേ അത് എത്രയും പെട്ടെന്ന് അവരാ പറഞ്ഞ സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട സപ്പോർട്ടുകൾ അവർക്ക് സ്വന്തം ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ വാടക നിശ്ചയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ, വാടക വീട് കണ്ടെത്താൻ പറ്റും. ഇവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 20% ആൾക്കെങ്കിലും വാടക വീട് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റും. അവർക്ക് അതപ്പോൾ ആ ലിസ്റ്റ് കൊണ്ട് ഒരു എഗ്രിമെൻറ്റ് എഴുതി ആ ലിസ്റ്റ് കൊണ്ട് കൊടുത്താൽ ആ പണം മേടിച്ച് അവിടെ കൊടുത്തിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റും. അതിപ്പോൾ എത്രയാണെന്ന് നിശ്ചയിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന്, കാരണം അതിനൊരു പ്രയോറിറ്റി, ഒരു 10-15 കാര്യങ്ങൾ ഈ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടി വരും. നമ്മൾ വാടക എത്ര എടുക്കുന്നു, എത്ര പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റുന്നത്, ഏതൊക്കെ റേഞ്ചിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുന്നത്, ഏതൊക്കെ റേഞ്ചിലുള്ള ആൾക്കാരെയാണ് വീട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ച് ആ പ്രയോറിറ്റി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടി ആണെങ്കിലും പത്രങ്ങളിൽ കൂടി ആണെങ്കിലും പബ്ലിഷ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയും, ഇപ്പം ഞാനാണ് ഈ പറഞ്ഞ ക്യാമ്പിൽ താമസിക്കുന്ന ഒരാളെങ്കിൽ എനിക്കുള്ള ആശങ്കകളെക്കാളും കൂടുതൽ ആശങ്കപ്പെടുന്നത് എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ബന്ധുമിത്രാദികളും ആയിരിക്കും.
അവർക്കായിരിക്കും ഇവരെ എവിടെ പോയി താമസിക്കും, എങ്ങനെ താമസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇപ്പോൾ 15,000 രൂപ ഞങ്ങൾ വാടക നിശ്ചയിക്കുക കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ ആ ക്യാമ്പിലിരിക്കുന്നവരെക്കാളും കൂടുതൽ വീട് തപ്പാൻ പോകുന്നത് ഇവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ആയിരിക്കും. കാരണം അവർക്കറിയാം 15,000 രൂപ സർക്കാർ വരും, അതിനനുസരിച്ചുള്ള വീടെടുത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള പെട്ടെന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ പെട്ടെന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനേക്കാളും വലിയൊരു ആശങ്ക പങ്കുവയ്ക്കാൻ പോകുന്നത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് നിൽക്കുന്നതിൻ്റെ വയനാടിൻ്റെ റവന്യൂവിൻ്റെ ഒരു 30 തുടങ്ങി 35% വരെ ടൂറിസം കാര്യങ്ങളാണ്. ഇപ്പോൾ വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പം നമ്മളോട് ഇന്നിപ്പോൾ എൻ്റെ പള്ളിയിലെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ആൻഡോ ഇത് കാര്യമായിട്ട് നിങ്ങൾ ടേക്കപ്പ് ചെയ്യണം. ടേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തം വേറെ വരും. എങ്ങനെയാണ്? 30-35% വരുന്ന അല്ലെങ്കിൽ 40% വരുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ടൂറിസം അങ്ങനെ അടച്ചിട്ടാണുള്ളത്. ഒറ്റ ടൂറിസം കേന്ദ്രങ്ങളില്ല. ഇതിന് ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനങ്ങൾ പോലും ഓടുന്നില്ല, ഒരു കടകളിൽ പോലും ആടില്ല, ടൗണുകളിൽ ആടില്ല. അപ്പം ഇതിനൊക്കെ ഇപ്പം ഞാൻ പറയുന്ന ഒരു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രം, ഒരു 5,000-2,000 വരുന്ന ആൾക്കാർ വിസിറ്റേഴ്സ് വരുന്ന സ്ഥലത്ത് അവിടെ ഒരു 25 കടകളുണ്ടാവും. ആ 25 കടകൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ക്രോക്കറി ഐറ്റംസ് വിൽക്കുന്ന കുറേ സംവിധാനങ്ങളുണ്ട്. വയനാട് പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെയാണ്, ക്രോക്കറി ഐറ്റംസുകൾ വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെയാണ്, അതുപോലെ സ്പൈസസ് വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെയാണ്. അതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ടൂറിസത്തെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഓൾ ഇന്ത്യ ലെവലിൽ സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് ഒരു ടൂറിസ്റ്റ്, കർണാടകയിൽ നിന്ന് ആരും വരുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല, കേരളത്തിൽ നിന്ന് ഒട്ടും പോകുന്നില്ല. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ വയനാട്ടിലേക്ക് പറഞ്ഞാൽ പോകുന്നില്ല. ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങളെ ഈ പറഞ്ഞ ദുരന്തം ഉണ്ടാകില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളെ എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്ഥലം ഡിക്ലെയർ ചെയ്യണം ഗവൺമെൻറ്. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ടൂറിസം നടത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ അവിടെ ബാണാസുര ഡാമുണ്ട്, കാരാപ്പുഴ ഡാമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഈ ടൂറിസങ്ങൾ തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഇക്കോ ടൂറിസങ്ങൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തിട്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ടൂറിസം ചെയ്യാം, ഇവിടെ നടത്തുന്നതിന് പ്രോബ്ലം ഇല്ല, ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരികയാണ് വേണ്ടത്, ഇത് ഈ ഭംഗി നിങ്ങൾ ആസ്വദിക്കുക വേണ്ടതെന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ദുരന്തമായി ഒരു വലിയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത് ബാധിച്ചതൊരു 3 വാർഡുകളെയാണ് നമ്മൾ ആലോചിക്കണം. നമുക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ട്, 400-അടുത്ത് വരുന്ന കാഷ്വാലിറ്റി ഉണ്ടായെങ്കിൽ കൂടെ ഇത് ബാധിച്ചിരിക്കുന്നത് 3 വാർഡുകളെയാണ്. പക്ഷേ ഒരു വയനാട് ജില്ലയുടെ ഒരു എൻഡിനെ ബാധിച്ച ഒരു ദുരന്തമാണ്. പക്ഷേ നമ്മൾക്ക് വിഷമമുണ്ട്, കാരണം ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായതുകൊണ്ട്. പക്ഷേ അതിനെ ഒരു വലിയ ദുരന്തം ഉണ്ടായി എന്നുള്ളത് മൊത്തം വയനാട്, ഇപ്പം നമ്മളടക്കം മാധ്യമങ്ങൾ കൊടുക്കുന്നത് വയനാട് ദുരന്തം എന്നുള്ളതാണ്. വയനാട് ദുരന്തം എന്നുള്ളത് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ചൂരൽമല എന്നോ അല്ലെങ്കിൽ പറഞ്ഞ ഈ മുണ്ടക്കൈ എന്നോ മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് വയനാടിനെ ബാധിക്കുന്ന ഒരു വലിയ, കാരണം ഇത് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഇവർക്ക് പുനരധിവാസവും ഈ പറയുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ 15 ദിവസമായി അരുൺ, 15 ദിവസമായിട്ട് ഈ വയനാട്ടിലുള്ള 80% വരുന്ന ടൂറിസം കേന്ദ്രം ലോൺ എടുത്ത് പണിതിട്ടുള്ളതാണ്. ഈ മാസത്തെ റീപേയ്മെൻറ്റ് അടയ്ക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരാളെ കൊണ്ടും പറ്റില്ല, ഒരു ടൂറിസം കേന്ദ്രം പറ്റില്ല. അവിടെ ടാക്സി ഓടുന്ന ടൂറിസ്റ്റ് ഡ്രൈവർമാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കട നടത്തുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു വലിയ, ഇപ്പം വയനാടിനെക്കുറിച്ച് ശ്രദ്ധിച്ചറിയാം, വയനാട്ടിലെ ചുരം തീരെ ബ്ലോക്കില്ലാതെയാണ് കയറി ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വരുന്ന സമയത്ത് തീരെ ബ്ലോക്കില്ല, വളരെ ബ്ലോക്ക് കുറവാണ്. കാരണം എന്താണ്? ടൂറിസ്റ്റുകൾ കയറുന്നേ ഇല്ല, ഇറങ്ങുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അവിടെ വയനാട്ടിലുണ്ട്. വയനാട്ടിൽ മുഹമ്മദ് റിയാസ് ഉള്ള സമയത്ത് മിനിസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങൾ ഏതൊക്കെ തുറക്കാം, ഏതൊക്കെ തുറക്കരുത്, ഏതൊക്കെ ടൂറിസം കേന്ദ്രങ്ങളെയാണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് ടൂറിസം കേന്ദ്രങ്ങളിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കണം. അല്ലെങ്കിൽ ഇന്നലെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ടൂറിസം ഇല്ലാത്ത ഒരു വയനാട് ജില്ലയിൽ പുതിയ പാക്കേജ് വേണ്ടി വരും. ടൂറിസം ഇല്ലാത്ത വയനാട് ജില്ലേൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ പാക്കേജ് പിന്നെ ഉള്ളൂ, അഗ്രികൾച്ചർ. ആ അഗ്രികൾച്ചറിൻ്റെ മാത്രം നിന്ന് പോകുന്ന ഒരു വയനാട് ജില്ലേനെ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സങ്കല്പിക്കാൻ പോലും പറ്റില്ല.
കാരണം അവിടെ നമ്മൾ കാണുന്ന അവിടുത്തെ ജനങ്ങൾ കാണുന്നത് എന്താണ്? അവിടുത്തെ ജനങ്ങൾ കാണുന്നത് പുറത്തുനിന്ന് ആൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ നാട്ടിൽ. അപ്പോൾ അവിടുത്തെ ഒരു 30%, 35% വരുന്ന ആൾക്കാർ അവിടെ ടൂറിസത്തിനെ ബേസ് ചെയ്ത് മാത്രം നിൽക്കുകയാണ്. അപ്പം അവിടുന്ന് നമുക്ക് നിരന്തരം വരുന്ന കോളുകൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇതിന് വയനാട് ദുരന്തമായി മാറ്റി വയനാടിനെ അടച്ചിടുന്ന അവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളതാണ്. അപ്പം ഓരോ പഠന കമ്മിറ്റികളും കയറിയിട്ട് നിങ്ങൾ അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം പറ്റുന്ന സ്ഥലങ്ങളെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാലോ, ഒരു ദുരന്തവും ഇല്ലാത്ത എത്രയോ ടൂറിസം കേന്ദ്രങ്ങൾ, എത്രയോ ഇക്കോ ടൂറിസം സംവിധാനങ്ങൾ വയനാട്ടിലുണ്ട്, എത്രയോ നല്ല സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അതൊരു വയനാടിനെ ഈ പറഞ്ഞ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമാക്കി കൂട്ടിക്കെട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. ആ ഭവിഷ്യത്തിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അപ്പോൾ അത് നമ്മളല്ല മനസ്സിലാക്കുക, ഗവൺമെൻറ് മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഒരു മന്ത്രിമാരുടെ ഉപസമിതി അവിടെയുണ്ട്. ഉപസമിതിക്ക് എടുക്കാവുന്ന തീരുമാനമുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് PWD ടൂറിസം മിനിസ്റ്ററാണ് അതിൻ്റെ മെയിനായിട്ട് ആൾ നിൽക്കുന്നത്. അപ്പോൾ അവരെടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ 2-3 ബദൽപാതകളുണ്ട്. ഈ ബദൽപാതകളൊക്കെ ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ ഇനി തുരങ്കപാതയൊക്കെ എന്താവും എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമായിരിക്കും. അപ്പോൾ തുരങ്കപാതേനൊക്കെ അതിൻ്റെ ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള ബദൽപാതകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനൊരു വലിയ പാക്കേജായിട്ട് ഇതിനെ മാറ്റി ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഈ ടൂറിസത്തെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ അഗ്രികൾച്ചർ മാത്രം വെച്ചിട്ട് വയനാടിനെ എത്ര രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം ഇത് ഒരു ടൂറിസം കേന്ദ്രം അടച്ചാൽ അത് റീഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അത് നമുക്ക് ഗവൺമെൻറ് അല്ലല്ലോ ഇതിനൊന്ന് ഫണ്ട് ചെയ്യേണ്ടത്. സാധാരണ കാരണം ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരാൾ ഹോം സ്റ്റേ നടത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പഴയ വീടുണ്ടാവും, അതിനെ 25 ലക്ഷം പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അതുകൊണ്ട് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന 25,000-ൽ 15,000 രൂപ ബാങ്കിലേക്ക് അടച്ചിട്ടാണ് ഈ ഹോം സ്റ്റേകൾ ഡെവലപ്പ് ആകുന്നത്. ഒരു മാസം അടച്ചാൽ ആദ്യമേ അത് എന്താവും, ആദ്യത്തെ അടവ് മുടങ്ങും. അപ്പോൾ പിന്നെ അതിനോട് ചേർന്ന് ഓടുന്നൊരു വാഹനം ഉണ്ടാവും, ഇവരെ വരുന്ന ആൾക്കാരെ കൊണ്ടുവരുന്ന വാഹനം ഉണ്ടാവും, അത് പ്രശ്നത്തിലാവും. ഇവർ പ്രശ്നത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. അത് അധികാരികൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതിനേക്കാളും അപ്പുറമായിരിക്കും. ഇപ്പോൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം ആ പറയുന്ന സംവിധാനങ്ങൾ പോകും. അത്രയും വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വയനാട്ടിലെ പോലെ ഒരു ജില്ലയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പോലും വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഇതൊരു ഗവൺമെൻറ് ചെയ്ത് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത ടൂറിസം അല്ല. അവിടെ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും വയനാട്ടിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത ടൂറിസം അല്ല വയനാട്ടിൽ. വർഷങ്ങളായി കാലങ്ങളായി ഡെവലപ്പ് ചെയ്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലുതായി വന്ന് ഡെവലപ്പ് ചെയ്ത ടൂറിസമാണ്. ആ ടൂറിസത്തെ അവരെത്തിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പുറത്തും എത്തിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ഓണക്കാലത്തും ഈ കാണുന്ന അവിടെ മൺസൂൺ ടൂറിസം ഉണ്ടായിരുന്നു. വയനാട്ടിലെ എല്ലാ വർഷവും നന്നായി പോയിക്കൊണ്ടിരുന്ന ദിവസം മൺസൂൺ ടൂറിസമാണ്. ഓഫ് റോഡ് ടൂറിസം ഉണ്ടായിരുന്നു. ഓഫ് റോഡ് ടൂറിസവും മൺസൂൺ ടൂറിസവും ഒക്കെ പോവുകയാണ്. കാരണം മൺസൂൺ കാലത്തേക്ക് ഇനി വരില്ല ആൾക്കാർ. മൺസൂൺ ടൂറിസം എന്ന് പറയുന്ന സംവിധാനം. പക്ഷേ എങ്ങനെ മൺസൂൺ ടൂറിസം അവിടെ ആസ്വദിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഗവൺമെൻറ് ഇറക്കുക എന്നുള്ളത് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. അതിന് ഞാൻ പറയുന്നത് അവിടെ ഉണ്ടാകുന്ന മന്ത്രിസഭ ഉപസമിതി ഇതിൻ്റെ ഒപ്പം തന്നെ, കാരണം അത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. PWD പറയുന്ന ടൂറിസം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാരും ഈ റവന്യൂ ചെയ്യുന്ന പണികളൊന്നും ചെയ്യുന്നില്ല. കാരണം രേഖകൾ ഉണ്ടാക്കി കൊടുക്കാനോ വാടക വീടുകൾ എടുത്തു കൊടുക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ. അവിടെ ഉണ്ടാകുന്ന ഈ ടൂറിസമായി ഡെവലപ്മെൻറ്റ് ഒരു സമിതിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ വയനാട്ടിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നും കൂടെ ഇതിൻ്റെ കൂടെ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞ ആശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം നല്ലതാണ്. ആ ആശ്വാസ പ്രഖ്യാപനം നല്ലതിലേക്കേ പോവുകയുള്ളൂ. കാരണം ഒരു ദുരന്തം ഉണ്ടായി, ആ ദുരന്തത്തെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശ്രമകരമായ കാര്യമാണ്. ഒരു ദിവസം രാവിലെ തീരുമാനിക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ നമ്മൾ കണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതായിരുന്നു. Meet the editors.